എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഒരുപാട് മൂഡൗട്ടായിട്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഓക്കെ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് മൂഡൗട്ടായിട്ടിരിക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് നമ്മുടെ എനർജി ലെവലിനെ എപ്പോഴും നല്ല ഒരു ഹയസ്റ്റ് ആക്കി വയ്ക്കാനും നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യും, ആൾക്കാരുണ്ടല്ലോ വീട്ടിൽ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യും, നമുക്കെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അല്ലാതെ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഒരാളും കൂടെയുണ്ട്, അല്ലെങ്കിൽ അവർ കുറ്റം പറയും ഇവർ കുറ്റം പറയും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയേ ചെയ്യരുത്. കാരണം അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേടാനായിട്ട് പറ്റത്തില്ല. ഞാനത് പലപ്പോഴും എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും അതിനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറഞ്ഞ് അതിനെ കളിയാക്കാനും അത് പറഞ്ഞ് എന്നോട് ഷൗട്ട് ചെയ്യാൻ വഴക്കിട്ട ആൾക്കാർ വരെയുണ്ട്. വല്ലവരും പറഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല, വല്ലവരും അതൊന്നും പറയത്തൊന്നുമില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ അന്ന് അതൊക്കെ കേട്ട് ചിലപ്പോൾ ഇരുന്നിരുന്നെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പലതും എനിക്ക് നേടാൻ സാധിക്കില്ലായിരുന്നു. പലതും ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്ത് കുറേ വീഡിയോസ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതിനൊക്കെ എനിക്ക് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലും, പക്ഷേ എനിക്ക് ഫുൾ അപ്രിസിയേഷൻ കിട്ടിയ വീഡിയോസായിരുന്നു അത്. ആ വീഡിയോസ് വഴിയാണ് എനിക്ക് ഫിലിമിലൊക്കെ ആക്ട് ചെയ്യാനും ഒക്കെ അവസരങ്ങൾ വന്നത്. അതൊന്നും ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷേ അങ്ങനെ അവസരങ്ങൾ വന്നപ്പം ഞാൻ ചെയ്തതൊക്കെ നല്ല കാര്യം എന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനിതൊക്കെ ചെയ്തപ്പോൾ നല്ലതാണെന്ന് പറയാൻ ഒരാൾ പോലും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നതൊക്കെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ, അത് നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണ്, അതിൽ ഞാൻ ഓക്കെയാണ്, നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് മാത്രമേ വേണ്ടുള്ളൂ. അല്ലാതെ ലോകത്തുള്ള എല്ലാവരെയും, ഇനിയിപ്പം കുടുംബത്തിൽ 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ നേടുക, അത് മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്ക് ഹാപ്പിയായിട്ട് പോകാൻ പറ്റും. എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടായപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവരാരും എൻ്റെ ഇഷ്ടത്തിനല്ല ജീവിക്കുന്നത്. നമ്മളെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ കുറവുകൾ പറഞ്ഞ്, ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോസ് ഇടുമ്പം അതിനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരാരും എൻ്റെ ഇഷ്ടത്തിനോ ഞാൻ പറയുന്നതനുസരിച്ചിട്ടോ അല്ല അവരാരും ജീവിക്കുന്നത്. ഒരാൾ പോലും. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമ്പം ഇങ്ങനെ കുറ്റം പറഞ്ഞ ആളുകളെ ഞാൻ എന്തിനാണ് നോക്കുന്നതെന്നുള്ളത് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്നുമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇതൊക്കെ ഒരാളും കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നു, അതാണ്. അല്ലാതെ ഇവരാരെയും ഒന്നിനു വേണ്ടി ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യം അങ്ങ് എപ്പോഴും മനസ്സിൽ വിചാരിക്കാം. ഇവരെ നോക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. എല്ലാവരും അവരുടെ വ്യൂ പോയിന്റിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. നമ്മളൊരാളോട് അഭിപ്രായം ചോദിക്കും, ഞാനിനി എന്നാ ചെയ്യണ്ടേ, എന്തുവാണ്, ഞാനിപ്പോൾ എൻ്റെ കരിയർ എങ്ങനെയാണ്, നമുക്കൊരു കരിയർ അഡ്വൈസൊക്കെ അതിനൊക്കെ പോവാം. പക്ഷേ നമുക്കൊരു അഭിരുചി ഉണ്ടാവും, നമുക്കൊരു പാഷൻ ഉണ്ടാവും, നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ട് പോകും. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര മൂഡൗട്ടായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും. നമുക്കെപ്പോഴും നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്കെപ്പോഴും കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് പ്രോബ്ലംസൊക്കെ വരും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രോബ്ലംസും ഇല്ലാതെ ആവുക എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. നമുക്ക് പ്രോബ്ലംസൊക്കെ വരും, ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ്സ് വരും, മെൻ്റൽ ടെൻഷൻസ് വരും. അപ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, കരച്ചിൽ വരും, അങ്ങനെയുള്ള പല വികാരങ്ങളും നമുക്കിങ്ങനെ വന്നു പോകും അല്ലേ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ നമുക്ക്
നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡിനെ ഒന്ന് റെഡിയാക്കണം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വിഷമം വന്നിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്തും നമ്മുടെ എനർജി ലെവലിനെ നല്ല രീതിയിലൊന്ന് ഹയസ്റ്റ് ആക്കി വെക്കാനും നമുക്ക് ഈ ഒരു ടെക്നിക്സൊക്കെ യൂസ് ചെയ്യാം. അതായത് ചിലപ്പോൾ വിഷമം വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സാഡായിട്ടുള്ള അവസ്ഥയിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ സാഡായിട്ടുള്ള സോങ്സ് എടുത്ത് കേൾക്കും. ഭയങ്കര വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ ഇരുന്ന് കേൾക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയുള്ള സോങ്സ് കേൾക്കാറേ ഇല്ല. സത്യമാണ് പറഞ്ഞത്. ഞാൻ ലവ് സോങ്സ് കേൾക്കും, പക്ഷെ അതും കുറവാണ്. എനിക്ക് ഈ അടിച്ചുപൊളി പാട്ടുകളുണ്ടല്ലോ, അങ്ങനത്തെയാണ് ഞാൻ കൂടുതലും കേൾക്കാറ്. ഞാൻ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവായിട്ട്. എൻ്റെ കയ്യിലുണ്ട്, ഇല്ലായിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെവിക്കൊക്കെ പ്രശ്നം വരും. അതുണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴും യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയും വരുമല്ലോ. അങ്ങനെ ഞാനൊന്ന് വാങ്ങിച്ചു. അത് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്യാനോ, ഞാനങ്ങനെ ഒരുപാട് നേരം ഫോണിൽ ഇരുന്ന് സംസാരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ആകെ വിളിക്കുന്ന ഹസ്ബൻഡിനെയാണ് കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നാട്ടിൽ. ഇപ്പോൾ ഇവിടെ ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഫോൺ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം മാത്രം വല്ലപ്പോഴും ഒന്ന് ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നല്ലാതെ ഞാൻ ചെവിയിൽ വയ്ക്കാറില്ല. പിന്നെ ഞാൻ വെച്ച് തുടങ്ങിയത് ഈ ഒരു കാര്യത്തിനാണ്. അതായത് നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി സോങ്, അതായത് നല്ല ഒരു ഹയസ്റ്റ് വൈബ്രേഷൻ തരുന്ന രീതിയിലുള്ള സോങ്സ് നമ്മൾക്ക് കേൾക്കാം. അത് കേട്ടിട്ട് നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യുക. ഇത് കേൾക്കുമ്പം ഇതൊക്കെ എന്ത് കാര്യം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കണ്ണാടിയിൽ നോക്കി അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. മിററിൽ അത് ശരിക്കും ആ ഒരു മിറർ ടെക്നിക്കാണ് കേട്ടോ. നമുക്ക് മിററിൽ നോക്കി നമ്മളെ തന്നെ നോക്കി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്ന ചേഞ്ച്, നമ്മളത് ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിലും എല്ലാം വരുന്ന ആ ഒരു ചേഞ്ചും കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നും. നമ്മൾ തന്നെ ഹാപ്പി ആവാൻ തുടങ്ങും. നമ്മുടെ എനർജി ലെവലിൽ ചേഞ്ച് വരാൻ തുടങ്ങും. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു 10-15 മിനിറ്റ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസിന് നോക്കുന്ന ആൾക്കാർക്ക് വെയിറ്റ് ലോസ് തരും. വെയിറ്റ് ലോസിനും നല്ലതാണ് കേട്ടോ. ഈ സുംബ ഡാൻസ് ഒക്കെ കേട്ടിട്ടില്ലേ? അതിലൊക്കെ ഈ ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഫ്രീ ആക്കാനുള്ള ഒരു കഴിവ് ഈ ഡാൻസിങ്ങിനുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ് ഈ ഒരു കാര്യം. അപ്പം ഇത് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്ട്രെസ്സിലും ടെൻഷനും ഒന്നും അല്ലെന്നുണ്ടെങ്കിലും നമുക്കിത് ഡെയിലി ചെയ്യാം. ചുമ്മാ പാട്ടിട്ടിട്ട് ഒന്ന് ഡാൻസ് ചെയ്ത് നോക്കിയാൽ ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിനെ അങ്ങ് ഫ്രീ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ കാറിലൊക്കെ പോകുമ്പം എനിക്ക് പാട്ടിട്ടാൽ ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. AC പറ്റത്തില്ല, ഞാൻ വൊമിറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഗ്ലാസ്സൊന്നും എനിക്ക് കയറ്റിയിടാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടിട്ട് AC ഇട്ടിട്ട് പാട്ടും ഇട്ടിട്ടാണ്. കാരണം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രീ ആവുന്നുണ്ട്. ഞാൻ ഒരിക്കലും സാഡായിട്ടുള്ള ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു സോങ്ങിലേക്ക് ഞാൻ പോവാറേ ഇല്ല. അത് എനിക്കറിയാം. നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ ചിരിക്കാനുള്ള, നമ്മുടെ മൈൻഡിനെ പോസിറ്റീവാക്കി വെക്കാനുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. ഇപ്പോൾ എനിക്കറിയാം ഞാൻ ഓക്കെ ആവാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ചില സമയത്ത് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നാലായിരിക്കും ഞാൻ ഓക്കെ ആവുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ആ ഒരു സ്പേസ് ആവശ്യമാണ്. അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് നമ്മൾ ഓക്കെ ആകുന്നുള്ളത് സ്വയം ഒന്ന് കണ്ടെത്തി വയ്ക്കുക. അതിലുപരി ഈ ഒരു സോങ് കേട്ട് ഡാൻസ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ ഡെയിലി റൂട്ടീൻ എന്നുള്ള രീതിയിൽ ഈ 15 മിനിറ്റ് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഒരു ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ ഒരു സന്ധ്യാനേരത്ത് എപ്പോഴെങ്കിലും ഇതൊന്ന് ഡെയിലി ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷനപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട്, അതായത് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് നല്ല രീതിയിൽ വന്നിട്ട് കണ്ണാടിയിൽ നോക്കണം. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൊക്കെ ഒരുമാതിരി ഇരുന്ന് വല്ലാത്തൊരവസ്ഥയിലല്ലേ. അപ്പോൾ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഫ്രഷനപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഞാൻ രാവിലെ ആദ്യമേ എഴുന്നേറ്റ് അപ്പം തന്നെ പല്ല് തേക്കും. അപ്പം തന്നെ 1 മിനിറ്റ് പോലും ഞാൻ വൈകില്ല. അത് കഴിഞ്ഞിട്ട് ഫേസ് കഴുകി മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കും. അതിനുശേഷം എൻ്റെ മോയ്സ്ചറൈസറോ സീറമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ആ സമയത്താണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. കണ്ണാടി നോക്കിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. ആ സമയത്ത് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ പറയുക, ഐ ലവ് യു എന്ന് നിങ്ങളെ നോക്കി പറയുക. നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് എല്ലാം നിങ്ങൾ പറയുക. നീ വളരെ സുന്ദരിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമാക്കി തീർത്തതിന് നന്ദി എന്ന് കണ്ണാടിയിൽ നോക്കി പറയാം. ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഓൾറെഡി വി ക്യാൻ അഫേം ഇറ്റ്. ഓക്കെ, അങ്ങനെ പറയാം.
കിടക്കുന്നതിന് മുന്നേയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും കണ്ണാടിയിൽ നോക്കിയിട്ട് ഈ ഒരു കാര്യം പറയുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും രാത്രി കിടക്കുന്നതിന് മുന്നേയും നമ്മുടെ സ്കിൻ കെയർ നന്നായിട്ടൊന്ന് ചെയ്തിട്ട് കിടക്കാനായിട്ടും എഴുന്നേൽക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മളങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷം കിട്ടും. നമ്മുടെ ബോഡീനെയും ഫേസിനെയും ഹെയറിനെയൊക്കെ കെയർ ചെയ്യുന്നത് വഴി അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുന്നതോറും നല്ല രീതിയിലൊരു മാറ്റം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും. നമ്മുടെ ശരിക്കും ഒരു കോൺഫിഡൻസ് അല്ലേ നമ്മളെ നല്ല രീതിയിലൊന്ന് ആക്കി കിട്ടുന്നത് നമുക്ക് ശരിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ നമ്മളെ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം എന്നുള്ളത് വിഷ് ലിസ്റ്റിൽ എഴുതി വയ്ക്കുക കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ലേറ്റ് ആവും, പക്ഷെ ഒരുപാടൊന്നും ലേറ്റ് ആവില്ല. പക്ഷേ നമ്മളതിൽ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പരദൂഷണം പറയാതിരിക്കുക, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ വെറുതെ കയറി ഈ അസൂയ കാണിക്കാതിരിക്കുക, പിന്നെ ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനത് എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലും അഡ്വൈസ് ചോദിച്ചാൽ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാം. പക്ഷേ നമ്മൾ പറയുന്ന തീരുമാനമായിരിക്കത്തില്ല അവരെടുക്കുന്നത്. അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരാളുടെയും ലൈഫിൽ അനാവശ്യമായിട്ട് കയറി ഇടപെടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും സമാധാനം ഉണ്ടാവും, അവർക്കും സമാധാനം ഉണ്ടാവും, ആ ബന്ധം നഷ്ടപ്പെടാതിരിക്കും. പിന്നെ ചില ആളുകളുണ്ട്, ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. വെറുതെ ഇരുന്ന് കമൻറ്റ് പറയാൻ മാത്രമായിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളിലൊക്കെ തരണം ചെയ്തിട്ട് ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് പതുക്കെ ഗ്രോത്തായി വരുമ്പോൾ ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ കയറി ചുമ്മാ ആവശ്യമില്ലാത്ത കുറേ പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളും പറയുന്ന ചില ആളുകളുണ്ട്. അതായത് അത്രയും നാളും ഡിപ്രഷനിലൂടെയും ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയും വിഷമങ്ങളിലൂടെയും പോയപ്പോഴൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. അവരതൊക്കെ തരണം ചെയ്തിട്ട് ഒന്നിച്ചിരി ബെറ്ററായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബെറ്ററായി ഉയർന്നു വരുമ്പോഴത്തേക്കും അപ്പം കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ബിസി ആയിട്ടിരിക്കുക. നമ്മുടെ ലൈഫിൽ എന്ത് വേണമെന്ന് നിങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ബുക്ക് പെട്ടെന്ന് നമ്മുടെ ബുക്കിനെ അങ്ങ് തീർക്കാൻ എന്ന് വെച്ചാൽ ചുമ്മാ പർപ്പസ്ഫുള്ളി എഴുതിയിടണം എന്നല്ല, നമ്മുടെ ആ ബുക്കിൽ നമ്മുടെ കാര്യങ്ങൾ എല്ലാം എഴുതി ഡിസൈൻ ചെയ്യാനും പ്ലാൻ ചെയ്യാനുമുള്ള ഒരു അടിപൊളി സംഭവമായിട്ട് അതിനെ എപ്പോഴും കീപ്പ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഞാനൊരു ബുക്കും പേനയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് നമ്മുടെ വിഷ് ലിസ്റ്റിൽ നമുക്ക് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് അഫർമേഷൻ എഴുതുമ്പം അതിനകത്ത് നമുക്ക് ഇനി വരാനുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് ഓൾറെഡി കിട്ടിയ കാര്യത്തിനെക്കുറിച്ചും നമുക്ക് നന്ദി പറയാവുന്നതാണ് കേട്ടോ. ഏറ്റവും വലിയൊരു സ്റ്റോറി എൻ്റെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ എടുക്കണം എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡിന് ഐഫോൺ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ പറയുമായിരുന്നു, ഐഫോൺ കൊള്ളത്തൊന്നുമില്ല, അതിനെ പറഞ്ഞ് കളിയാക്കും. അത് ക്യാമറ കൊള്ളത്തില്ല എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കളിയാക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫോൺ കേടായി ഞാൻ ഡിസ്പ്ലേ പൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ ഞാൻ കുറേ പൈസ കൊടുത്ത് ശരിയാക്കി. ഈ ഫോണല്ല, വേറൊരു ഫോണ് അത് ശരിയാക്കി. അതും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മേടിച്ച് തന്ന ഏതോ ഒരു ബർത്ത്ഡേക്ക് എന്തോ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 7 വർഷത്തോളമായിട്ട് ഞാൻ കൊണ്ടു നടന്നൊരു ഫോണായിരുന്നു. എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഫോൺ ഞാൻ 7 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്തു. എന്നിട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയത് കേട്ടോ. പക്ഷേ എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്കത് എങ്ങനെയാലും ശരിയാക്കി എടുക്കണം എന്നുമായിരുന്നു. ഞാൻ എന്നിട്ട് ആ സമയത്ത് രണ്ട് കുഞ്ഞു പിള്ളേരെയായിട്ട് ഞാൻ എന്നിട്ട് വെയിലത്ത് പോയി അവിടെ പോയി ഇരുന്ന് കൊടുത്തിട്ട് വരാനൊക്കെ ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഇരുന്ന് ശരിയാക്കി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒട്ടിച്ച് വെക്കണമല്ലോ. വീണ്ടും അത് ശരിയാവുന്നില്ല, വീണ്ടും വർക്കാവുന്നില്ല, ശരിയാവുന്നില്ല. പിന്നെയും ഞാൻ വീണ്ടും കൊണ്ടുപോയി ശരിയാക്കിയിട്ട് പിന്നെയും കൊണ്ടുവന്നു. 1-2 ദിവസമൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിന് എന്തോ കളർ ചേഞ്ചൊക്കെ വന്നു. എൻ്റെ കണ്ണിന് ഓൾറെഡി ഇങ്ങനെയുള്ള കളറുകളൊന്നും പറ്റത്തില്ല. എനിക്ക് കണ്ണൊക്കെ വേദന എടുക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കെപ്പോഴോ എൻ്റെ മനസ്സിൽ ഒരു ഐഫോൺ വേണം എന്നുള്ളത് എനിക്ക് തോന്നി. എനിക്ക് ഒത്തിരി വലിയ ഫോണിനോട് അങ്ങനെ താല്പര്യമില്ല. പക്ഷേ എനിക്കറിയാം ഐഫോൺ അങ്ങനെ വാങ്ങിക്കാൻ അത്ര രൂപയാകും, അങ്ങനെ അതൊന്നും നടക്കത്തൊന്നുമില്ല. പക്ഷേ എന്നാലും
ചുമ്മാ ഞാൻ എൻ്റെ അഫർമേഷൻ ലിസ്റ്റിൽ ഞാനതങ്ങ് എഴുതിയിട്ടത് ഐഫോൺ 30 ആണ്. 13 ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ 1-2 ബന്ധുക്കളുടെ കയ്യിൽ കണ്ടു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ചെറിയ ഫോണാണ്, യൂസ് ചെയ്യാനൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഒരു പേഴ്സണൽ ഫോണായിട്ട് എനിക്കത് വേണം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അത് ജസ്റ്റ് ഇങ്ങനെ സ്വപ്നം കണ്ടു, അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ടും ഫാമിലിയൊക്കെ നാട്ടിൽ വരുമായിരുന്നു. അവരുടെ കയ്യിൽ പുതിയൊരു ഐഫോൺ കൊടുത്തു വിട്ടു. അത് 15 Pro Max. അതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യമായിട്ടും വിശ്വസിക്കാനേ പറ്റിയില്ല. അത് ഇത്ര വേഗം അങ്ങനെ സാധിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എൻ്റെ കൈ കിട്ടിയപ്പം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിച്ചത് 13 ആണ്, കിട്ടിയത് 15 Pro Max. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിലുപരി എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകുമായിരുന്നു. എനിക്ക് ആ സമയത്ത് വിചാരിച്ചു പോലുമില്ല ഇങ്ങനെ ഒരു സാധനം എനിക്ക് കിട്ടുമെന്നോ അതിനുള്ള ഒരു ചാൻസസ് പോലും ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണം എൻ്റെ ഒരു പേഴ്സണൽ യൂസിന് ചെറിയൊരു ഫോണ്. അങ്ങനെയാണ്. അതാവുമ്പോൾ നല്ല സേഫ്റ്റിയാണ്, കൊണ്ട് നടക്കാൻ ഒരു സുഖം, യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും ഐഫോണിനെ കുറിച്ചിട്ടുള്ള കുറേ ഫീച്ചേഴ്സും അതിൻ്റെ ബെറ്റർ യൂസസിനെ കുറിച്ചൊക്കെ എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെ കേട്ട് ആണ് ഞാനത് കൂടുതലായിട്ടും ആഗ്രഹിച്ചതും അങ്ങനെയൊക്കെ. അങ്ങനെയാണ് എനിക്കത് കിട്ടിയപ്പോൾ സത്യമായിട്ടും ഇപ്പോഴും ആ ഒരു മൊമെൻ്റ് ഓർക്കുമ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനത് ഒരിക്കലും വിചാരിച്ചതല്ല എനിക്ക് കിട്ടുമെന്ന്. ബട്ട് സ്റ്റിൽ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം സാധിച്ചു. നമ്മൾ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ അത് എത്തിക്കാനായിട്ട് യൂണിവേഴ്സ് ഒരുപാടൊന്നും ലേറ്റ് ആക്കത്തില്ല, പെട്ടെന്ന് തന്നെ എത്തിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില നമ്മളോട് അസൂയുള്ളവർ, നമ്മുടെ ഗ്രോത്തിൽ അസൂയുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മളോട് എപ്പോഴും ഇങ്ങനെ എതിർത്ത് നിൽക്കാനും നമ്മുടെ സക്സസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയാനും അങ്ങനെയൊക്കെ വിചാരിക്കും. എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ചെയ്യുകയും ചെയ്യും. ഒന്നും വിചാരിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇപ്പം എനിക്ക് ആ ഒരു ഫോൺ ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ തന്നെ പലർക്കും പല പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ അതെടുക്കേണ്ട ആവശ്യം എന്താ? കാരണം നമ്മളിവർ ആരും കയ്യിൽ നിന്നൊന്നും പൈസയൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല, നമ്മളായിട്ട് എഫേർട്ട് എടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എടുത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് ചെയ്യണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഈ ചാനലല്ലാതെ വേറെയും ചാനലുണ്ട്. അപ്പം അതിലൊക്കെ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കൂടെ വിചാരിച്ചിട്ടാണ് എനിക്ക് ഹസ്ബൻഡ് ആ ഒരു മൊബൈൽ വാങ്ങിയത്. അപ്പം എൻ്റെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഫോണെങ്കിലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ ഇരിക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ്. നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ അതിലും ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കതപ്പോൾ ഭയങ്കര വിഷമമായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിനോടൊപ്പം എടി അതൊരു നല്ല ക്രെഡിറ്റ് അല്ലേ, നമ്മുടെ ഗ്രോത്തിൽ അവർ അസൂയപ്പെടുന്നുണ്ട്, അവർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വിചാരിച്ചാൽ മതി, അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാതെ അത് കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറേ 1-2 ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോടൊക്കെ പറയുമ്പോൾ അവരും ഈ സെയിം ഇത് പറയും. അപ്പോൾ അങ്ങനെ നമ്മളെ തളർത്താനായിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ 1 2 ഒക്കെ ഉണ്ടാവും. അങ്ങനെ മാത്രം വിചാരിക്കുക. നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പറ്റത്തില്ല, അയ്യോ സാധിക്കത്തില്ല എന്നുള്ള ഒരു കാര്യവും വിചാരിക്കുകയേ വേണ്ട. കാരണം ഞാൻ പല കാര്യങ്ങളും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സമയത്താണ് എനിക്ക് പലതും നേടാൻ പറ്റിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ അബുദാബിയിൽ വന്നത് പോലും പെട്ടെന്നായിരുന്നു എല്ലാം. ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ശരിയാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ പോലും വിചാരിക്കാത്ത നേരത്തായിരിക്കും പലതും ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ടു തരുന്നത്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിക്കുക, നമ്മുടെ കർമ്മത്തിൽ വിശ്വസിക്കുക. ഒരാളെയും നോക്കരുത്, ചുറ്റിനുമുള്ള ആൾക്കാരുടെ വാക്കിലോ അവർ നമ്മളോട് ചെയ്യുന്നതിലോ ഒന്നും നോക്കരുത്. നമുക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ പാഷൻ എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യുക. നമ്മുടെ ലൈഫിനെ എപ്പോഴും ഡിസൈൻ ചെയ്യുക. ഈവൻ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ നാളത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക, ഡിസൈൻ ചെയ്യുക. എത്ര മണിക്ക് എഴുന്നേൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇന്ന് ശനിയാഴ്ചയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ സൺഡേ ശരിക്കും എല്ലാവർക്കും ഒരു ഓഫ് ഡേ ആണല്ലോ. ആ ഒരു ദിവസം ഫാമിലിപരമായിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ മക്കളുടെ കൂടെ ആയിട്ട് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം, അങ്ങനെ ആ ഒരു രീതിയിലൊന്ന് പ്ലാൻ ചെയ്യുക. അതായത് ഓരോ സൺഡേസും ഉണ്ട്, അത് റിലേഷൻഷിപ്പിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മക്കളെയും കൊണ്ട് പുറത്തു പോകുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുക. ഉറപ്പായിട്ടും അതുപോലെ തന്നെ നടന്നിരിക്കും, നമ്മുടെ മനസ്സ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം.
ഓക്കെ, മനസ്സിൽ ഈ പരദൂഷണാസൂയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പഴയ വിഷമങ്ങളോ അതിനെയൊക്കെ എടുത്ത് മാറ്റുക. അതിനെയൊക്കെ എടുത്ത് മാറ്റാനായിട്ടുള്ളതാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വോക്കും കാര്യങ്ങളുമൊക്കെ. ചില ആൾക്കാർ നമ്മളെപ്പോഴും എനിക്കറിയാം, നമ്മൾ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള അവിടെ നിന്നുള്ള കുറേ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ഈ വിഷമങ്ങൾ ഒരുപാട് കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഇടയിലോട്ട് ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ, ഈ വിഷമങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ കൂടുതൽ അങ്ങോട്ട് വലിക്കും. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം മാറ്റാൻ നോക്കുക. നമ്മളങ്ങനെ മാറ്റാൻ നോക്കിയാലും ചിലപ്പോൾ മാറിയെന്ന് വരില്ല. നമ്മൾ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് മാറിക്കോളും. നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ലൈഫ് മാറിയിരിക്കും.